ഇതൊരു മുസ്ലിം പ്രശ്നമായി ചുരുക്കി പറയേണ്ട വിഷയമല്ല. ഇവിടെ പറഞ്ഞു, കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടെയുള്ള, ബാബു സാഹിബ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു, ഇതൊരു മുസ്ലിം വിഷയമൊന്നുമല്ല. ഇതുവരെ നമ്മുടെ ശരീരത്തിൽ ആഞ്ഞടിച്ചപ്പോൾ പ്രതികരിക്കാത്ത എല്ലാവരും ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഓരോ വിഭാഗത്തിന്റെയും വീട്ടിലെയും മയ്യത്തുകെട്ടിൽ എത്തും എന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുക. നിങ്ങൾക്കറിയാം, രാജ്യസഭയിൽ 105 വോട്ടാ കിട്ടിയത്. മുസ്ലിം വോട്ട് എത്രയാണ്? 5. 100 വോട്ടും അമുസ്ലിമീങ്ങളുടെ വോട്ടാണ്. അപ്പൊ ആരാ നമ്മുടെ കൂടെയുള്ളത്? ആരാണ് ഇതിന് മുമ്പിൽ നിൽക്കേണ്ടത്? ഈ രാജ്യത്തെ ഹൈന്ദവർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപകടത്തിൽ പോലും അബദ്ധത്തിൽ പോലും ഒരക്ഷരം അവർക്കെതിരായി ഉരിയാടിയാൽ അത് തീർച്ചയായും നന്ദികേടാവും എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. നമ്മളിവിടെ ഇന്നൊരു വൻ ശക്തിയായി പടർന്ന് പന്തരിച്ചൊരു മഹാവടവൃക്ഷം പോലെ മുസ്ലിം സമുദായവും സെന്റ് തോമസ് പുണ്യവാളന്റെ ക്രിസ്തീയ വിഭാഗവും ഒക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ സഹോദര വിശാല മനസ്കരായ ഭൂരിപക്ഷ സമുദായത്തിന്റെ രക്തവും മജ്ജയും വിയർപ്പും സമ്പത്തും ഭൂമിയും ഒക്കെയുണ്ട് എന്ന കാഴ്ചപ്പാട് നമ്മൾ നിലനിർത്തണം. ഇത് നമ്മുടെ വിഷയമല്ല. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരെയും ബാധിക്കുന്ന ദളിതരെ, പാവങ്ങളെ, പട്ടിണിക്കാരെ. നമ്മൾ ആലോചിക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥാവിശേഷം വിത്തിന് വെച്ചത് കുത്തി തിന്നുകയാണ്. 13 ലക്ഷം കോടിയുടെ മുതലാണ് പൊതുമേഖലാ സ്ഥാപനം 60 ലക്ഷം കോടിക്ക് വിറ്റത്. 13 ലക്ഷം കോടിയുടെ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ ഭീതിജനകമായ വ്യവസ്ഥയിൽ വളർന്നിരിക്കുക. 10,000-കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. പട്ടിണിയും പരിവട്ടവുമാണ്. നമുക്കറിയാം, നിത്യോപയോഗ സാധനങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത വിലയിൽ വർദ്ധിച്ചിരിക്കും. ഈ സന്ദർഭത്തിലാണ് വിഷയം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തികൾ നമ്പറുകളുമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടാണ്, ഒരു മെയ്യാണ്, ഒരു താളമാണ്, ഒരു ലയമാണ്. ഒരു മഹാപോരാട്ടം ഇവിടെ വരാനിരിക്കുന്നു. നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കുളമ്പടി ശബ്ദം, അതിന്റെ ഒരു വിളംബരമാണ് എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ മഹാനായ CH പറഞ്ഞതുപോലെ ഈ മണ്ണ് ആരും മുറുക്കി ചുവപ്പിച്ച് തുപ്പിയതല്ല. അത് ചുകന്നത് 10,000-കണക്കിന് ശ്രോതാക്കളുടെ ധീര രക്തം വീണിട്ടുള്ള മണ്ണാണ് ഈ മണ്ണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന നജീബിന്റെയും അതുപോലെ തന്നെ ഫിറോസിന്റെയും ഒക്കെ തന്നെ പ്രവർത്തകന്മാർ 10,000 അണമുറിയാത്ത പ്രവാഹം പോലെ പൂക്കോട്ടിൽ നിന്ന് വന്നപ്പോ ആ പൂക്കോട്ടിൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം, ആ ഭാഗത്തെ പള്ളികളിൽ നമുക്കറിയാം 10,000-കണക്കിന് 1,000-കണക്കിന് മയ്യത്തുകളാണ് അവിടെ കിടക്കുന്നത്. കട്ടും മോഷ്ടിച്ചും കുത്തിക്കൊന്നുമല്ല. വെള്ളക്കാരൻ സായിപ്പിന് നേരെ പിന്നിൽ നിന്ന് വെടികൊണ്ടുവരല്ല, മുമ്പിൽ നിന്ന് വെടികൊണ്ട്, നെഞ്ചു വിരിച്ച് വെടികൊണ്ട് ഈ രാജ്യത്തിന്റെ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ഭാഗമായി പിടഞ്ഞു വീട് മരിച്ച 10,000 ഉണ്ട്. അതുകൊണ്ടാണ് അഭിമാനത്തോടുകൂടി നെഞ്ചു വിരിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെടിവെക്കാൻ ആണുങ്ങളെ പോലെ ഗർജിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഉമർ ഖാദിയെ പോലെ, വാര്യകുദത്തിനെ പോലെ എത്ര ധീര ശുഹദാക്കളാണ് നമുക്ക് ജന്മം നൽകിയിട്ടുള്ളത് എന്ന വസ്തു നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഒരു ഭയപ്പാടും ഇവിടെ ആവശ്യമില്ല. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മോടൊപ്പം ഭൂരിപക്ഷ സമുദായമുണ്ട്. നമ്മോടൊപ്പം അതിലൊക്കെ അപ്പുറം റഹ്മാന റബ്ബുൽ ഇസ്സത്തുണ്ട്. അതുകൊണ്ട് എല്ലാ ശാഖാപരമായ ഭിന്നിപ്പുകളും അതൊക്കെ ഇന്നും നാളെയും കെട്ടടങ്ങുന്നതല്ല. ഒരുപക്ഷെ വീണ്ടും ഉണ്ടാകും. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള, പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഈ ഐതിഹാസികമായ ധീരോദാത്തമായ പോരാട്ടത്തിൽ പ്രിയപ്പെട്ടവരെ റഹ്മാന റബ്ബിൽ തവക്കലാക്കി എല്ലാം അർപ്പിക്കാൻ തയ്യാറാവുക.